രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിൽ UDF അഴിച്ചുവിട്ട ഒരു പ്രചാരണമുണ്ടായിരുന്നു. നമ്മുടെ മാധ്യമങ്ങൾ അത് കൊണ്ടു നടക്കുകയും എത്രയോ തവണ അന്തിച്ചർച്ച നടത്തുകയും ചെയ്തു. കേരളത്തിൻ്റെ ധനസ്ഥിതി വളരെ മോശമാണ്. കേരളത്തിൻ്റെ ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ്. ഇതായിരുന്നു പ്രചാരണം. മാധ്യമങ്ങൾ അത് ആഘോഷിക്കുകയും ചെയ്തിരുന്നു UDFന് വേണ്ടി. പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ എല്ലായ്പ്പോഴും പറയുന്ന വാക്കാണ് ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുന്നു. ഞാൻ പഠിച്ചിട്ടാണ് കാര്യം പറയുന്നത്, വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് കാര്യം പറയുന്നത്. ധനകാര്യത്തിൽ എനിക്ക് നല്ല അവഗാഹമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. കേരളത്തിൻ്റെ ധനസ്ഥിതി പഠിച്ചു പറയുകയാണ് ഞാൻ എന്നാണ് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ പറഞ്ഞത്. അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം സമാന രൂപത്തിലുള്ള പ്രസ്താവന നടത്തിയിരുന്നു. പക്ഷേ കേരളത്തിൻ്റെ ധനസ്ഥിതി വളരെ മോശമായിരുന്നോ? അല്ല എന്ന് നേരത്തെ തെളിഞ്ഞതാണ്. UDF അധികാരത്തിൽ വന്നതിന് ശേഷവും സാമൂഹ്യ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുമുള്ള പണം ഖജനാവിലുണ്ടായിരുന്നു എന്നത് ഒരു സത്യമാണ്. അപ്പോഴും പറയാറുണ്ട് പൂച്ച പെറ്റ് കിടക്കുകയാണ് എന്ന്. സത്യത്തിൽ പൂച്ച പെറ്റത് പണമാണ് എന്നാണ് ഇപ്പോൾ UDF സർക്കാർ തന്നെ പറയുന്നത്. UDF സർക്കാർ പുറത്തുവിട്ട, VD സതീശൻ സർക്കാർ പുറത്തുവിട്ട ധവളപത്രം നിയമസഭയിൽ വെച്ചു. ധവളപത്രം, ആ ധവളപത്രത്തിൻ്റെ 49-ാം പേജിൽ പ്രേക്ഷകർക്ക് കാണാം ഒരു ടേബിൾ. അതിൽ പറയുന്നുണ്ട് 2026 ഏപ്രിൽ മാസത്തിൽ ഖജനാവിലുള്ള ക്ലോസിംഗ് ബാലൻസ് 5263.74 കോടി രൂപയാണ്. 5263.74 കോടി രൂപ. എന്നാൽ മറ്റൊരു കണക്കും കൂടി പറയുന്നുണ്ട്. അത് 6000 കോടിയോളം വരും, 6500 കോടിയോളം വരും എന്നും പറയുന്നുണ്ട്. പക്ഷേ ഈ ഡാറ്റ പ്രകാരം ക്ലോസിംഗ് ബാലൻസ് എന്നത് ഏപ്രിൽ 2026 5263.74 കോടിയാണ്. ഇത് മുൻ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കിയിരുന്നു. വാർത്താ സമ്മേളനം വിളിച്ചിട്ടാണ് അദ്ദേഹം അക്കാര്യം അന്ന് വിശദീകരിച്ചത്. ഇതുമാത്രമല്ല, മറ്റു ചില കണക്കുകൾ കൂടി പരിശോധിച്ചാൽ അത് 6500 കോടിയിലേറെ വരും എന്ന് അന്ന് തന്നെ ബാലഗോപാൽ പറയുകയും ചെയ്തിരുന്നു. അന്നും VD സതീശനും ഒക്കെ പറഞ്ഞത് ഇതാ പൂച്ച പെറ്റ് കിടക്കുകയാണ്, സത്യത്തിൽ ഖജനാവിൽ പൂച്ച പെറ്റത് പണമാണ് എന്നാണ് VD സതീശൻ തന്നെ, മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ അവതരിപ്പിച്ച, UDF സർക്കാർ നിയമിച്ച കമ്മിറ്റി തയ്യാറാക്കിയ ധവളപത്രത്തിൽ വ്യക്തമായും പറയുന്നു. ആ ഡാറ്റയാണ് പ്രേക്ഷകർ കണ്ടത്. എന്ന് വെച്ചാൽ വലിയ കടം, 6 ലക്ഷത്തോളം കടമുണ്ടായിരുന്നു കേരളത്തിന് എന്ന വലിയ പ്രചാരണം നടത്തിയപ്പോൾ ഇതാ കേരളത്തിൻ്റെ കടം 5.07 കോടി രൂപയാണ് എന്നുകൂടി വെളിപ്പെട്ടിരിക്കുന്നു. 6 ലക്ഷം കോടി രൂപയുടെ കടമാണ് കേരളത്തിനുള്ളത്. കേരളം കടക്കെണിയിലാണ് എന്നാണ് പ്രതിപക്ഷ നേതാവായിരുന്ന ഘട്ടത്തിൽ VD സതീശൻ പറഞ്ഞത്. അതേ VD സതീശൻ മുഖ്യമന്ത്രിയായതിനു ശേഷം ഇറക്കിയ ധവളപത്രത്തിൽ പറയുന്നത് കേരളത്തിന് അത്രയൊന്നും കടമില്ല, 5.07 കോടി കടം മാത്രമേ ഉള്ളൂ എന്നും. എന്ന് വെച്ചാൽ പറഞ്ഞത് മുഴുവൻ തട്ടിപ്പാണ്, പറഞ്ഞത് മുഴുവൻ കള്ളത്തരമാണ്, പറഞ്ഞത് മുഴുവൻ വിഴുങ്ങേണ്ട അവസ്ഥയിലേക്ക് ഇതാ VD സതീശൻ പ്രതിപക്ഷ നേതാവ് എത്തിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ന് വെച്ചാൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ പറഞ്ഞ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള കള്ളങ്ങൾ ഒന്നൊന്നായി പുറത്തു വരാൻ പോകുന്നു. വരും സ്റ്റോറികളിലും നമുക്കത് കാണാം.